അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം സൂറത്തു മുൽക്കിലെ 8-ാമത്തെ വചനമാണ് നാം ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ വചനത്തിൽ നരകവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നരകത്തിലെ അവസ്ഥകൾ, നരകത്തിൽ അതിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ശിക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയം വിശാലമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയാനും പഠിപ്പിച്ച കാര്യങ്ങളും വിശാലമായി നമുക്കിനിയും പഠിക്കാനുണ്ട്. അത് നിങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് സമയങ്ങൾ കണ്ടെത്തി പഠിക്കുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. 8-ാമത്തെ വചനം നമുക്ക് കേൾക്കാം. തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൻ്റെ അവസ്ഥ, അതിൽ ഓരോ വിഭാഗക്കാരായ നരകവാസികൾ അതിലേക്ക് ഇടപെടുന്ന സമയത്ത് ആ നരകത്തിലുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് 8-ാമത്തെ ആയത്തിൽ പറയുന്നത്. തകാദു തമയ്യസു മിനൽ ഗൈദ്, അതായത് തകാദു എന്ന് പറഞ്ഞാൽ ആയിത്തീരും എന്നാണ്. ആയിട്ടില്ല, അത് ആവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്താണ് തമയ്യസു? തമയ്യസ എന്ന് പറഞ്ഞാൽ വേർപിരിയുക, പൊട്ടിപ്പിളരുക, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ അതിൽ വായിച്ചെടുക്കാൻ സാധിക്കും. മിനൽ ഗൈദ്, കോപത്താൽ, ദേഷ്യത്താൽ. അപ്പോൾ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നരകത്തിന് ദേഷ്യമുണ്ടാകുമെന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ ആയത്തിൽ ഞാൻ പറഞ്ഞു നരകം സംസാരിക്കും. അപ്പോൾ നരകത്തിന് നാവുണ്ട് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കണ് ഹൽ മിൻ മസീദ്, അള്ളാഹുവിനോട് ചോദിക്കണ് ഇനി എന്തെങ്കിലും അധികരിച്ചുണ്ടോ, നരകവാസികളായ ആളുകൾ ഇനിയും ഉണ്ടോ എന്ന ചോദ്യം നരകം അള്ളാഹുവിനോട് ചോദിക്കും എന്നാണ്. ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നരകം സംസാരിക്കും. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നരകത്തിന് കോപമുണ്ടാകും. എന്തിൻ്റെ പേരിലാണ് കോപം? ആ നരകത്തിലേക്ക് വരുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അവർ ദുനിയാവിൽ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ്. അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് റബ്ബിനെ നിഷേധിക്കുകയും റബ്ബിൽ പങ്കുകാരെ ചേർക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ഗൗനിക്കാതെ അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവരോട് അത്ര കണ്ട് ദേഷ്യത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അങ്ങനെ നരകം കോപിക്കുമെന്നും കുല്ലമാ ഉൽഖിയ, ശേഷം ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗം പറയുന്നത് നരകത്തിലേക്ക് ഓരോ വിഭാഗക്കാരെയും ഇങ്ങനെ ഇടുന്ന സന്ദർഭത്തെക്കുറിച്ചാണ്. കുല്ലമാ, എല്ലാ സന്ദർഭത്തിലും, ഉൽഖിയ ഫീഹ, അത്തരം ഇടുന്ന സന്ദർഭത്തിൽ, നരകത്തിലേക്ക് ഇടുന്ന സന്ദർഭം അതെങ്ങനെയാണ് ഇടുന്നത്? ഫൗജൻ, ഫൗജൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തും മിനന്നാസ്, ഒരു കൂട്ടം ആളുകളാണ്. കൂട്ടം കൂട്ടമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിലേക്ക് അത്തരം ആളുകളെ ഇടുന്നത്. കാരണം നമുക്കറിയാം, ദുനിയാവിൽ തന്നെ വ്യത്യസ്തമായ മതക്കാരുണ്ട്, ആദർശക്കാരുണ്ട്. ക്രൈസ്തവരുണ്ട്, യഹൂദരുണ്ട്, മറ്റു പല ദർശനങ്ങളും സ്വീകരിച്ച ആളുകളുണ്ട്. അവിടെ നിന്നെല്ലാം വിട്ട് അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന നിരീശ്വരവാദികളായ ആളുകളുണ്ട്. ഇനി മുസ്ലിം ഉമ്മത്തിൽ തന്നെയും തെറ്റുകൾ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആളുകളുണ്ട്. എല്ലാവർക്കും ഒരേ ശിക്ഷയല്ല. ഓരോരുത്തർക്കും അവരുടെ ഷിർക്കിനും കുഫറിനും അവരുടെ വിശ്വാസത്തിനും അവരുടെ ചെയ്തികൾക്കുമുള്ള അനുസരിച്ചുള്ള രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ ശിക്ഷ ഒരുക്കിയിരിക്കുന്നത്. അതിലേറ്റവും അടിത്തട്ടിലെ ശിക്ഷ ഭയാനകരമാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അള്ളാഹ് പറഞ്ഞത് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ ആരാണ്? കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് മുനാഫിക്കുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ നരകത്തിൻ്റെ ശിക്ഷയുടെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. അതിൽ ഓരോ വിഭാഗക്കാരും കൂട്ടം കൂട്ടമായി കൊണ്ടാണ് വരുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ പറഞ്ഞത് വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ, കാഫിരീങ്ങൾ, അള്ളാഹുവിനെ നിഷേധിച്ചവർ, അവരൊക്കെയും നരകത്തിലേക്ക് വരുന്നത് കൂട്ടം കൂട്ടമായി കൊണ്ടാണ്.
അങ്ങനെ ഓരോ വിഭാഗക്കാരെയും കൂട്ടം കൂട്ടമായി കൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ അവരോട് ബാക്കി ആയത്തിൻ്റെ ബാക്കി ഭാഗം സഅലഹും അവരോട് ചോദിക്കും ഖസനതുഹ അതിൻ്റെ കാവൽക്കാർ. കഴിഞ്ഞ ആയത്ത് ഞാൻ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു നരകത്തിന് 19 കാവൽക്കാരാണുള്ളത്. അതിൽ പ്രധാനിയാണ് മാലിക്. നരകത്തിൻ്റെ പ്രധാനമായ കാവൽക്കാരൻ മാലിക് എന്ന് പറയുന്ന മലക്ക്. ആ മാലിക് എന്ന മലക്കിൻ്റെ കീഴിൽ 19 ആളുകൾ. അലൈഹ 19 വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തിൽ വിശദീകരിച്ചു. ഇങ്ങനെ 19 കാവൽക്കാരുകൾ ആ നരകത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അവരെല്ലാവരും ചോദിക്കുന്നതാണ്. സഅലഹും അവരോട് ചോദിക്കും. ആരോട്? കാഫിരീങ്ങളായ ആളുകൾ അല്ലെങ്കിൽ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ടുവരുന്ന ആളുകളോട് ഈ കാവൽക്കാരായ ആളുകൾ ചോദിക്കും. ഖസനത്തുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാവൽക്കാരൻ. ഖസനത്ത് ആ ഹായ് മടങ്ങുന്നത് നരകത്തിലേക്കാണ്. ആ നരകത്തിൻ്റെ കാവൽക്കാർ ഇത്തരം നരകത്തിലേക്ക് വരുന്ന ആളുകളോട് ചോദിക്കും അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ നരകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലേ എന്നാണ്. എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകാരെ അയച്ചിട്ടുണ്ട്. നദീർ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ബഷീർ. മുബശ്ശിറം വ നദീറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സകല പ്രവാചകന്മാരും ഈ 2 വിഷയങ്ങൾ, അതായത് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും നരകമുണ്ട് എന്ന താക്കീതുമാണ് കൃത്യമായി പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പഠിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അങ്ങനെ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക്, സ്വർഗത്തിലേക്കാണ് ഇവരെല്ലാം നമ്മെ ക്ഷണിച്ചത്. പക്ഷെ അവിടെയെല്ലാം എല്ലാത്തിനെയും നിഷേധിച്ച്, വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ച്, താക്കീതുകാരന്മാരെ നിഷേധിച്ച്, പ്രവാചകന്മാരെ നിഷേധിച്ച്, നബിമാരെ നിഷേധിച്ച്, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നിഷേധിച്ച് ഈ ലോകത്ത് കഴിഞ്ഞുപോയ ആളുകൾ അവരെല്ലാം നരകത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കും അലം യഅതികും നദീർ, നിങ്ങൾക്ക് കാവൽക്കാർ വന്നിട്ടില്ലേ എന്ന്. അപ്പം ഇങ്ങനെ ആ നരകത്തിൻ്റെ കാവൽക്കാർ നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളുകളോട് ഓരോരുത്തരോടും ചോദിക്കുമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു വിഷയം സാന്ദർഭികമായി ഉണർത്തട്ടെ. കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോൾ നരകത്തിലെ വിഷയങ്ങളെ നമ്മൾ വിശാലമായി ഒരല്പം സംസാരിച്ചു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെ നമുക്കിവിടെ ചെയ്തു തീർക്കാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് ആപതിക്കുന്ന തെറ്റുകൾ എന്ത്, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തിന്മകൾ എന്ത് എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം. അതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അവിടെയാണ് വിജയം ലഭിക്കുന്നത്. ഈ ദുനിയാവിലെ വിജയം, പരാജയം, ഇതൊക്കെ ഇന്ന് വിജയിച്ചവൻ ഒരുപക്ഷെ നാളെ പരാജയപ്പെട്ടേക്കാം, ഇന്ന് പരാജയപ്പെട്ടവൻ നാളെ വിജയിച്ചേക്കാം. ഇവിടെ വിജയപരാജയം മാറി മാറി വരും. എന്നാൽ നാളെ പാരത്രിക ലോകത്ത് വിജയപരാജയം മാറി മാറി വരുന്നില്ല. പരാജയപ്പെട്ടവൻ എന്നെന്നും പരാജയപ്പെട്ടു, വിജയിച്ചവൻ എന്നേക്കുമായി വിജയിച്ചു. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഫമൻ സുഹ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവനാണ് യഥാർത്ഥ വിജയം വരിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ ചിലത് ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, നമ്മൾ ഈ പ്രഖ്യാപിച്ച കലിമത്തു തൗഹീദ് തന്നെയാണ് നാം സ്വീകരിച്ച ആ ആദർശം. ഇത് കൃത്യമായി വിശ്വാസത്തെ, അചഞ്ചലമായ വിശ്വാസത്തെ, നമ്മുടെ മനസ്സിന് യാതൊരു നിലയ്ക്കുമുള്ള ചാഞ്ചല്യമില്ലാത്ത രൂപത്തിൽ ശിർക്കോ കുഫറോ കടത്തിക്കൂട്ടാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയെ അംഗീകരിച്ച് അതനുസരിച്ചുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 425-ാമത്തെ ഹദീസിലും ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 33-ാമത്തെ ഹദീസായി കൊണ്ടുവന്ന ഹദീസ്, فإن الله قد حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് കഴിഞ്ഞാൽ,
അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, അവന് നരകം അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊടി പുരളുക എന്നത്. റബ്ബിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ പൊടി പുരണ്ട കാലിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ല 907 ഹദീസായി കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കാലിൽ പൊടി പുരണ്ടു കഴിഞ്ഞാൽ അവനെ അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്, ആ നരകം അവന് ഹറാമാക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത് അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞ കണ്ണുകൾ. ആരും കാണാനില്ലാത്ത സമയത്ത് റബ്ബിനെ കുറിച്ച് ഓർത്ത്, റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചോർത്ത്, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റ് കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യലിജുൻ നാറ റജുലുൻ ബക മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യഊദൽ ലബനു ഫി ളർഇ. ഇമാം തുർമുദി റഹ്മഹുല്ലാ 2311 ഹദീസായി കൊണ്ട് ഉദ്ധരിച്ച ഹദീസാണ്. ഒരു പാല് അതിൻ്റെ അകിടിലേക്ക് തിരിച്ചു മടങ്ങാത്തതുപോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കണ്ണുനീരിറ്റ് കഴിഞ്ഞാൽ അവൻ പിന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാലാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ. ഐനാനി ലാ തമസ്സഹുമാ അന്നാർ. 2 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകൾ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം തുർമുദി റഹ്മഹുല്ല 1639 ഉദ്ധരിച്ച ഹദീസാണ്. അഞ്ചാമത്തത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നവർക്ക് നരകം ഹറാമാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആറാമത്തത് സ്വദഖയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഇത്തഖിന്നാർ വലൗ ബിശഖി തംറിൻ. ഒരു തമ്രിൻ്റെ, ഒരു കാരക്കയുടെ ചീളെങ്കിലും കൊടുത്തിട്ട് നരകത്തെ നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏഴാമത്തത് നോമ്പാണ്. നമുക്കിപ്പോൾ റമദാനാണ്. ആ റമദാനിൽ നാം നോമ്പ് നോക്കുമ്പോൾ ഈ നോമ്പ് എന്നെ നരകത്തിൽ നിന്ന് തടയപ്പെടുന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് ഒരു നിയ്യത്തും വിശ്വാസവും ഉണ്ടാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വിയാമു ജുന്നത്തുൻ. നോമ്പ് എന്നത് ഒരു പരിചയമാണ്. അസ്വിയാമു ജുന്നത്തും മിനന്നാർ. നരകത്തിൽ നിന്നുള്ള പരിചയമാണ് നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. എട്ടാമത്തത് പ്രാർത്ഥനയാണ്. നമുക്ക് ആ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളുടെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ വല്ലദീന യഖൂലൂന റബ്ബനസ്രിഫ് അന്ന അദാബ ജഹന്നം. ജഹന്നം എന്ന നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ തിരിച്ചുവിടണമേ, കാത്തു സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മർറാത്തിൻ. ആരെങ്കിലും 3 പ്രാവശ്യം സ്വർഗം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗം നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ ആരെങ്കിലും നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് റബ്ബിനോട് 3 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നരകം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നരകം അത് ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തതാണ്. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുക എന്നത് അതിപ്രധാനമാണ്. അത് നമ്മുടെ ക്യാമ്പസുകളിലാകട്ടെ, ഹോസ്റ്റൽ ജീവിതത്തിലാകട്ടെ, ഏത് നാട്ടിലുമാകട്ടെ, ഒറ്റപ്പെട്ട അവസ്ഥയിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ വലിയ വലിയ ഫെസ്റ്റിവലുകളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളിലോ എവിടെയാണെങ്കിലും ആ നരകത്തിലേക്ക് ആപതിക്കുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ വിഷയമാണ്. കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, സ്കൂളിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ വലിയ ഫംഗ്ഷനുകളും പ്രോഗ്രാമുകളും സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഹറാമ് കടന്നു വരുന്നില്ല, ആ നരകത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം കടന്നു വരുന്നില്ല എന്നത് കൃത്യമായി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എവിടെയാണെങ്കിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നാളെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും
നന്മയിൽ മുന്നേറാൻ, നന്മകൾ പ്രചരിപ്പിക്കാൻ, നന്മകൾ മുതൽക്കൂട്ടായി കൊണ്ടു നടക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാരത്രിക ലോകത്ത് സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.